ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതാ പുതിയ ട്വിസ്റ്റ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്നും അറസ്റ്റിലായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് അറസ്റ്റ്. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ മുൻ ബോർഡ് അധ്യക്ഷൻ N വാസുവിനെ കൂടി കസ്റ്റഡിയിൽ വരുത്തി ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. കുറ്റാരോപിതരുടെ ഇടപെടൽ വെളിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ രേഖകളും ശേഖരിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വെളിപ്പെടുത്തൽ. സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എ പത്മകുമാറിന് നേരത്തെ 2 തവണ SIT നോട്ടീസ് നൽകിയിരുന്നു. N വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. അവരിൽ നിന്നെല്ലാം കിട്ടിയ തെളിവുകൾ എല്ലാം പത്മകുമാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി അടുത്ത അറസ്റ്റ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.